അപ്പം ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണക്രമങ്ങൾ, ഈ ഒരു ഭക്ഷണങ്ങൾ നമുക്ക് ചില കണ്ടീഷനിൽ ഇത് പാടില്ല. ഏറ്റവും നല്ലത് ഷുഗറൊക്കെ നല്ലതായെന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് കഴിക്കുന്നവരും അതേപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഓട്സ് കഴിക്കുന്നവരൊക്കെ സ്കിൻ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആശുപത്രികൾ കയറി ഇറങ്ങി ഡോക്ടർമാരെ കണ്ട് മരുന്നുകളും കഷായങ്ങളും എടുത്ത് ഇങ്ങനെ നടക്കാം. ഒരു സൈഡിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കും, ഒരു സൈഡിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Burren Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ തന്നെ പല വീഡിയോകളിലും ഞാൻ ഗ്ലൂട്ടനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഈ ഗ്ലൂട്ടൻ പാടില്ല, തൈറോയ്ഡ് നല്ലതല്ല, സ്കിൻ പ്രശ്നം നല്ലതല്ല, അങ്ങനെ പല കാര്യങ്ങളും ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഗ്ലൂട്ടൻ? കാരണം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്താണ് ഈ ഗ്ലൂട്ടൻ. അപ്പം പലപ്പോഴും ഞാൻ പല ഭക്ഷണങ്ങൾ പറയുന്നു പറഞ്ഞാലും ഗ്ലൂട്ടനെ കുറിച്ചൊരു ഐഡിയ നമ്മുടെ നാട്ടിൽ കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ട് പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഇതൊരു പ്രോട്ടീനാണ്. ഗോതമ്പിലും അതേപോലെ തന്നെ ഓട്സ് ഇതിലൊക്കെ മെയിനായിട്ടും അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഗോതമ്പ് നമ്മളിപ്പോൾ മൈദ അതേപോലെ റവ ഐറ്റംസ്, അതായത് ഗോതമ്പിൻ്റെ റവ. അപ്പോൾ റവ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഗോതമ്പിനാണ്. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഗോതമ്പിൻ്റെ റവയാണ്. പക്ഷെ അരിയുടെ റവയുണ്ട്, അതേപോലെ മില്ലറ്റ്സിൻ്റെ റവയുണ്ട്, പല ടൈപ്പ്. റവ എന്ന് പറയുന്നത് എല്ലാം ഈ ചെറിയ ചെറിയ രീതിയിൽ വരുന്ന ഒരു ഫോമിലാക്കുന്നതിനാണ് റവ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അരിയുടെ റവയൊക്കെ സത്യം പറഞ്ഞാൽ ഈ തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് അരിയുടെ റവ കൊണ്ടാണ്. അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ റവ കൊണ്ട് നമ്മൾ ഉപ്മാവ് പൊതുവെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ മില്ലറ്റ്സിൻ്റെ റവ കൊണ്ട് നമ്മൾ ഉപ്മാവ്, ഇഡ്ഡലി എല്ലാ ടൈപ്പും ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ റവ കൊണ്ട് നമ്മൾ മസാല ഇഡ്ഡലി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇതെല്ലാം കർണാടകയും തമിഴ്നാടും ഒക്കെ ഭാഗങ്ങളിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിൽ അധികം ഇല്ല എന്നുള്ളതുള്ളൂ. അപ്പം ഈ പറയുന്ന ഗോതമ്പ്, ഓട്സ്, അതിനകത്ത് ഗോതമ്പിൽ വരുന്ന ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്ന റവയാകാം, അല്ലെന്നുണ്ടെങ്കിൽ മൈദയാകാം. മൈദയുടെ പ്രൊഡക്ട്സുകളാണ് റസ്ക്, ബിസ്ക്കറ്റ്, ബ്രെഡ്, അതേപോലെ തന്നെ നമ്മുടെ റോട്ടി, റുമാലി ഐറ്റംസ്, ബട്ടർ നാൻ ഐറ്റംസ്, പിസ്സ ഐറ്റംസ്, ഇതെല്ലാം വരുന്നത് മൈദ പ്രൊഡക്ട്സ് ആണ്. അപ്പം ഗോതമ്പിൽ പ്രൊഡക്റ്റിൽ വരുന്നത് നമുക്ക് ഈ ചപ്പാത്തി ഐറ്റംസ്, വീറ്റ് പൊറോട്ട ഐറ്റംസ്, ഇതെല്ലാം ഗോതമ്പിനാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ വീറ്റ് ബ്രെഡ് എന്ന് പറയുന്ന ഇതിനകത്ത് അത് സത്യം പറഞ്ഞാൽ 80% വീറ്റ് ബ്രെഡ് അല്ല, അത് ഇതിനകത്ത് വരുന്ന കളർ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ട് വീറ്റ് ബ്രെഡ് കഴിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20% മാത്രമേ ജെന്യൂൻ ആയിട്ട് വീറ്റ് ബ്രെഡ് ഉള്ളൂ, ബാക്കിയെല്ലാം മൈദ തന്നെയാണ്. അപ്പം നമ്മൾ ഏതും ആയിക്കോട്ടെ, ഈ എല്ലാ ഐറ്റംസും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണക്രമങ്ങൾ, ഈ ഒരു ഭക്ഷണങ്ങൾ നമുക്ക് ചില കണ്ടീഷനിൽ ഇത് പാടില്ല. പ്രത്യേകിച്ചും സ്കിൻ കണ്ടീഷൻ, നമുക്കിപ്പം നൈറ്റ് വല്ലാതെ ചൊറിച്ചിൽ ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകുന്നത്, അതേപോലെ കാലിൽ കയ്യിലൊക്കെ ആയിട്ട് കുരുക്കളായിട്ട് വരുന്നത്, സ്കിന്ന് ഇച്ചിങ്, റാഷസ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണ്. അപ്പം ഈ രീതിയിലുള്ള പ്രശ്നമുള്ളവർ ഈ പറയുന്ന ഗ്ലൂട്ടൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പം ഏറ്റവും നല്ലത് ഷുഗറൊക്കെ നല്ലതായെന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് കഴിക്കുന്നവരും അതേപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഓട്സ് കഴിക്കുന്നവരൊക്കെ സ്കിൻ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് സീലിയാക് ഡിസീസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോട്ടിങ്, ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളാവാം, മലബന്ധ പ്രശ്നങ്ങളാവാം, പുളിച്ചിത കെട്ടൽ, നെഞ്ചരിച്ചിലുള്ള ആളുകളാവാം, മൗത്ത് അൾസേഴ്സ് വരുന്നതാവാം, ഫിഷർ, ഫിസ്റ്റുല, അതേപോലെ തന്നെ പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ ഈ പറഞ്ഞ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻസ് ഉണ്ടാകുന്ന ആളുകൾ, ആങ്സൈറ്റി പ്രശ്നമുള്ളവർ, പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകുന്ന ആൾക്കാർ, ഇതെല്ലാം ഗ്ലൂട്ടൻ ഇൻടോളറൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അത് നമ്മുടെ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലാണ്. റിസർച്ചുകളിൽ മാത്രമേ ഇത് പറയുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ ഡോക്ടേഴ്സ് ഇത് പറയാറില്ല. തൈറോയ്ഡ് ട്രീറ്റ് ചെയ്യുന്നവർ വളരെ കുറവാണ് ഗ്ലൂട്ടൻ കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് TSH നോർമൽ ആയാലും മെഡിസിൻ എടുത്താലും എടുത്തില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ എല്ലാം കാണിക്കും. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ ബോഡി വല്ലാതെ മെലിഞ്ഞ് വരിക, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുക, സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടാകുക, മുടി കൊഴിച്ചിലുണ്ടാകുക, താരനുണ്ടാകുക, ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകുക, അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അപ്പം തൈറോയിഡിന് കോംപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ, താരന്, തുമ്മൽ, അലർജി പ്രശ്നങ്ങൾ, അതേപോലെ ജോയിൻറ്റ് പെയിൻസ്, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, വെയിറ്റ് കൂടുക, വെയിറ്റ് കുറയുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ളവർ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ഒരു പക്ഷേ കഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഇപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കി, അലർജി ടെസ്റ്റ് ഒക്കെ ചെയ്തു, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം സാധാരണ അലർജി ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വെറുതെയാണ്. നമുക്ക് ഒരു കൊട്ട അലർജി ഉണ്ടെന്ന് പറയും, മെയിനായിട്ടുള്ള അലർജി സാധനങ്ങൾ അതിനകത്ത് കാണിക്കത്തുമില്ല. എന്നാൽ ഒട്ടും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യും. പിന്നെ ഈ എന്താ പറയുക, നമ്മൾ വല്ലപ്പോഴും ഫേസ് ചെയ്യുന്ന കുറേ പൊടിയും പോലനും പട്ടിയുടെ മുകളിലുള്ള എന്തോ ഇത് പൊടി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ കാണിക്കുന്നേ ഉള്ളൂ. അപ്പം ചിലത് വെളിച്ചെണ്ണ പ്രശ്നം, പാല് പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ പറയും. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് കാണിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഗ്ലൂട്ടൻ ആണ് കട്ട് ചെയ്യേണ്ടത്. അയ്യോ ഇത് ഗോതമ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറയുന്നവർ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് നമ്മുടെ ഓൺലൈനിലുണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഗ്ലൂട്ടൻ എന്താണെന്ന് അറിയാത്തവർ പോയിട്ട് ഗ്ലൂട്ടൻ ഫ്രീ വേണമെന്ന് പറയില്ലല്ലോ. അപ്പം നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം. കാരണം US, UK ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ അവർക്ക് സാധാരണ ആളുകൾക്ക് നല്ല അറിവുള്ളത് കൊണ്ടാണ് അവർ മെയിനായിട്ടും ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്നത് ഏറ്റവും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ വരാതിരിക്കാനും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ ഉള്ളവർ, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് തൈറോയിഡൈറ്റിസ്, ലൈക്കൻ പ്ലാനസ്, വിറ്റിലിഗോ, അതേപോലെ തന്നെ SLE, അതുപോലെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, ഈ കണ്ടീഷനിലെല്ലാം ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണ്. ഇത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആശുപത്രികൾ കയറി ഇറങ്ങി ഡോക്ടർമാരെ കണ്ട് മരുന്നുകളും കഷായങ്ങളും എടുത്ത് ഇങ്ങനെ നടക്കാം. ഒരു സൈഡിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കും, ഒരു സൈഡിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് യാതൊരു ഉപയോഗവും കിട്ടത്തില്ല. അതുകൊണ്ട് റൂട്ട് കോസ് എന്ന് പറയുന്ന ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് ഈ പറയുന്ന 3 പ്രശ്നങ്ങൾ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഈ പറയുന്ന ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു 3 മാസം സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇറച്ചി, മീൻ, മുട്ടയൊക്കെ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, വെള്ളക്കറികൾ കഴിക്കാം, അരിയുടെ എല്ലാ സാധനങ്ങളും കഴിക്കാം, ദോശ, ഇഡ്ഡലി, പുട്ട്, അതേപോലെ നമ്മുടെ ചോറ്, കഞ്ഞി ഐറ്റംസ് എല്ലാം കഴിക്കാം, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാം. ഇതെല്ലാം ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന മെയിൻ ഫുഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഫുഡുകൾ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ 3 ആരോഗ്യ പ്രശ്നമുള്ളവർക്കാണ്. സോ ഇതിനി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരണമെന്നോ ഡോക്ടറെ കാണണമെന്നോ ഒന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്കിൻ പ്രശ്നമുണ്ടോ, ഗോതമ്പൊന്ന് മാറ്റി വെച്ച് നോക്ക്. ഈ രാത്രിത്തെ ചപ്പാത്തി മാറ്റിയിട്ട് കുറച്ച് ചോറ് കുറച്ചെടുത്ത് കഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ മീനായിട്ടോ ചിക്കനായിട്ടോ അല്ലെങ്കിൽ ബീഫായിട്ടോ അല്ലെങ്കിൽ പച്ചക്കറികളോ എന്തായിക്കോട്ടെ അതും കൂട്ടി കഴിക്കുക. ഈ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് നല്ല മാറ്റം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ഇടുക. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ഭാഗമായിട്ട് നിങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുണ്ട്, മെച്ചമുണ്ട് അല്ലെങ്കിൽ മെച്ചമില്ല എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കമൻറ്റിൽ ഇടുക. കാരണം കമൻറ്റ് ഒത്തിരി പേര് വായിക്കുന്നത് കൊണ്ട്, അപ്പം പേഴ്സണൽ എക്സ്പീരിയൻസ് ഓക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് മാറ്റം വന്നു എന്നുള്ളൊരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.